ബാക്ക് ടു മൈ ചാനൽ. ഏപ്രിൽ മാസത്തെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇനി വരുന്ന PSC പരീക്ഷകളിൽ ചോദിക്കാവുന്ന ഭാഗമാണ് ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും. ആദ്യത്തെ ചോദ്യം, മഹാദേവി കോളി ക്ഷേത്രം പ്രധാനമായും ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മഹാരാഷ്ട്ര. മഹാദേവി കോളി ക്ഷേത്രം പ്രധാനമായും ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മഹാരാഷ്ട്ര. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കമാൻഡ് സെന്റർ സ്ഥാപിതമായ സംസ്ഥാനം? ഉത്തരം കർണാടക. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കമാൻഡ് സെന്റർ സ്ഥാപിതമായ സംസ്ഥാനം? ഉത്തരം കർണാടക. അടുത്ത ചോദ്യം, 2025 അംബേദ്കർ ജയന്തി ആചരിച്ച വിദേശ നഗരം? ഉത്തരം ന്യൂയോർക്ക്. 2025 അംബേദ്കർ ജയന്തി ആചരിച്ച വിദേശ നഗരം? ഉത്തരം ന്യൂയോർക്ക്. അടുത്ത ചോദ്യം, പട്ടികജാതി വിഭാഗങ്ങളെ ഉപവർഗങ്ങളാക്കി തിരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം തെലുങ്കാന. പട്ടികജാതി വിഭാഗങ്ങളെ ഉപവർഗങ്ങളാക്കി തിരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തെലുങ്കാന. അടുത്ത ചോദ്യം, അടുത്തിടെ കേരള ലീഗൽ സർവീസ് അതോറിറ്റി ആരംഭിച്ച നിയമസേവന പദ്ധതി? ഉത്തരം സമന്വയം അതിജീവനം. അടുത്തിടെ കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച നിയമസേവന പദ്ധതികൾ: സമന്വയം അതിജീവനം. അടുത്ത ചോദ്യം, 2025 തകഴിയുടെ ചെറുകഥാ പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം വിമേഷ് മണിയൂർ. 2025 തകഴിയുടെ ചെറുകഥാ പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം വിമേഷ് മണിയൂർ. അടുത്ത ചോദ്യം, ജോസ് ആലുക്കാസിന്റെ ആത്മകഥ? ഉത്തരം ഗോൾഡ്. ജോസ് ആലുക്കാസിന്റെ ആത്മകഥ? ഉത്തരം ഗോൾഡ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമായത്? ഉത്തരം കാസർഗോഡ്. കേരളത്തിലെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമായത്? ഉത്തരം കാസർഗോഡ്. അടുത്ത ചോദ്യം, 2025 50-ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം? ഉത്തരം ആര്യഭട്ട. 2025 50-ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം? ഉത്തരം ആര്യഭട്ട. അടുത്ത ചോദ്യം, ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ 4ാമത്തെ രാജ്യം? ഉത്തരം ഇന്ത്യ. ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ 4ാമത്തെ രാജ്യം? ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം, 2025 ഏപ്രിലിൽ അന്തരിച്ച കഥക് നർത്തകി? ഉത്തരം കുമുദിനി ലക്കിയ. 2025 ഏപ്രിലിൽ അന്തരിച്ച കഥക് നർത്തകി? ഉത്തരം കുമുദിനി ലക്കിയ. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനം ഏത്? ഉത്തരം എയ്റോ ഇന്ത്യ. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനം ഏത്? ഉത്തരം എയ്റോ ഇന്ത്യ. അടുത്ത ചോദ്യം, അടുത്തിടെ ഇന്ത്യയിൽ അത്ലറ്റ് പാസ്പോർട്ട് മാനേജ്മെന്റ് യൂണിറ്റ് സ്ഥാപിതമായത്? ഉത്തരം ന്യൂഡൽഹി. അടുത്തിടെ ഇന്ത്യയിൽ അത്ലറ്റ് പാസ്പോർട്ട് മാനേജ്മെന്റ് യൂണിറ്റ് സ്ഥാപിതമായത്? ഉത്തരം ന്യൂഡൽഹി. അടുത്ത ചോദ്യം, PM വിശ്വകർമ്മ പദ്ധതിക്ക് ബദലായി തമിഴ്നാട് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി? ഉത്തരം കലൈഞ്ചർ കൈവിനൈത്തിട്ടം. PM വിശ്വകർമ്മ പദ്ധതിക്ക് ബദലായി തമിഴ്നാട് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി? കലൈഞ്ചർ കൈവിനൈത്തിട്ടം. അടുത്ത ചോദ്യം, ബ്രഹ്മോസ് മിസൈൽ വിതരണത്തിനായി അടുത്തിടെയുമായി കരാർ ഒപ്പിട്ട രാജ്യം? ഉത്തരം വിയറ്റ്നാം. ബ്രഹ്മോസ് മിസൈൽ വിതരണത്തിനായി അടുത്തിടെ കരാർ ഒപ്പിട്ട രാജ്യം വിയറ്റ്നാം. അടുത്ത ചോദ്യം, 2025 ഐ-ലീഗ് ജേതാക്കളായത്? ഉത്തരം ചർച്ചിൽ ബ്രദേഴ്സ്. ആദ്യം മുതൽ നോക്കാം. ഒന്നാമത്തത്, മഹാദേവി കോളി ക്ഷേത്രം പ്രധാനമായും ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കമാൻഡ് സെന്റർ സ്ഥാപിതമായ സംസ്ഥാനം? കർണാടക. 2025 അംബേദ്കർ ജയന്തി ആചരിച്ച ആദ്യ വിദേശ നഗരം? ന്യൂയോർക്ക്. പട്ടികജാതി വിഭാഗങ്ങളെ ഉപവർഗങ്ങളാക്കി തിരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? തെലുങ്കാന. അടുത്തിടെ കേരള ലീഗൽ സർവീസ് അതോറിറ്റി ആരംഭിച്ച നിയമസേവന പദ്ധതി? സമന്വയം അതിജീവനം. 2025 തകഴിയുടെ ചെറുകഥാ പുരസ്കാരത്തിന് അർഹനായത്? വിമേഷ് മണിയൂർ. ജോസ് ആലുക്കാസിന്റെ ആത്മകഥ? ഗോൾഡ്. കേരളത്തിലെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാവുന്നത്? കാസർഗോഡ്. 2025 50-ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം? ആര്യഭട്ട.
ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ 4ാമത്തെ രാജ്യം ഇന്ത്യ. 2025 ഏപ്രിൽ അന്തരിച്ച കഥക് നർത്തകി കുമുദിനി ലക്കിയ. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനം ഏത്? എയ്റോ ഇന്ത്യ. അടുത്തിടെ ഇന്ത്യയിൽ അത്ലറ്റ് പാസ്പോർട്ട് മാനേജ്മെന്റ് യൂണിറ്റ് സ്ഥാപിതമായത്. ന്യൂഡൽഹി. PM വിശ്വകർമ്മ പദ്ധതിക്ക് ബദലായി തമിഴ്നാട് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി കലൈഞ്ജർ കൈവഴിത്തിട്ടം. ബ്രഹ്മോസ് മിസൈൽ വിതരണത്തിനായി അടുത്തിടെയുമായി കരാർ ഒപ്പിട്ട രാജ്യം വിയറ്റ്നാം. 2025 ഐ-ലീഗ് ജേതാക്കളായത് ചർച്ചിൽ ബ്രദേഴ്സ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.